ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എൻ്റെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറേ ആളുകൾ കണ്ടിട്ടുണ്ടത്. കുറച്ച് ആളുകളൊക്കെ അതിൻ്റെതായ കമൻറ്റുകളൊക്കെ വിട്ടിട്ടുണ്ട്. ആ എപ്പിസോഡ് ഇപ്രകാരമായിരുന്നു. ഇതാ കൊയ്ത്ത് കാലം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ ക്ലാസ് ഇട്ടിരുന്നത്. ധാരാളം ആളുകൾ ഇത് കേൾക്കുകയും കർത്താവിൻ്റെ വചനത്തിലേക്ക് ആഴപ്പെടുകയും ചെയ്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന്, യേശുക്രിസ്തുവിന് നന്ദി പറയുന്നു. കാരണം ജനങ്ങൾക്ക് സുവിശേഷം ആവശ്യമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന് കേൾക്കാൻ താല്പര്യമില്ലാത്ത സുവിശേഷമാണെങ്കിലും സത്യത്തിൽ പറഞ്ഞാൽ ലോകയുദ്ധമെന്നും യേശുവിൻ്റെ രണ്ടാം വരവെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ അറിയാനും അതിൻ്റെ കാലഘട്ടങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നതിനും ജനങ്ങൾക്കെല്ലാം ഒരുപാട് താല്പര്യമുണ്ട്. ധാരാളം ആളുകൾ എന്നോട് സംസാരിക്കാറുണ്ട്, ഈ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വെളിപ്പെട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇതൊക്കെ, ആരൊക്കെയാണ് പറയുന്നത്, നമ്മുടെ സഭയൊന്നും പഠിപ്പിക്കുന്നില്ലോ എന്നൊക്കെ പറയാറുണ്ട്. എങ്കിലും എങ്ങനെയാണ് ബ്രദറെ അതൊക്കെ സംഭവിക്കുക, എങ്ങനെയാണ് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നതൊക്കെ ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരരെ, നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലഘട്ടം അടുത്തെത്തി. കാരണം അതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അന്ന് യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും പ്രശ്നങ്ങളുമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതുമായ ഒരു വിഷയമാണ് സമാധാനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം ഉക്രൈനും റഷ്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ റഷ്യ ഉക്രൈനോട് കാണിക്കുന്ന അനീതി, അതുപോലെ തന്നെ ഹമാസ് ഇസ്രായേലിനോട് കാണിക്കുന്ന അനീതി, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്ന എന്താണ്, അവിടെ ഒരു സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ്. ഒരുപാട് ജനങ്ങൾ ഭവനം നഷ്ടപ്പെടുന്നു, കുടിക്കുവാൻ വെള്ളമില്ല, കിടക്കുവാൻ സ്ഥലമില്ല, മലമൂത്ര വിസർജന സ്ഥലമില്ല, ആഹാരമില്ല. തൻ്റെ കുടുംബത്തിൽപ്പെട്ട പലരും നഷ്ടപ്പെട്ടു പോയി, പലരും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഒറ്റപ്പെടലുകൾ. ഇവിടെ ഒന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാക്കുന്ന അല്പം സമാധാനം കിട്ടിയിരുന്നെങ്കിൽ, അല്പം സമാധാനം എൻ്റെ കിട്ടിയില്ലെങ്കിൽ, എനിക്കേറ്റവും മുറിവുകൾ പെട്ടെന്നൊന്ന് ഉണങ്ങിയിരുന്നെങ്കിൽ, എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇങ്ങനെ മനുഷ്യൻ അല്പ സമാധാനത്തിന് വേണ്ടി, ഒരു ടീസ്പൂൺ സമാധാനത്തിന് വേണ്ടി, ഒരു വിരൽത്തുമ്പിലെ ഒരല്പ സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുകയും യത്നിക്കുകയും ചെയ്യുകയാണ്. ലോകരാഷ്ട്രങ്ങൾ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി സമാധാനം സ്ഥാപിക്കാൻ ചർച്ചകൾ നടത്തുന്നു. ചർച്ചകൾ പരാജയപ്പെടുന്നു, വീണ്ടും യുദ്ധം മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഇന്ന് കർത്താവായ ഈശോ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് എപ്രകാരമാണെന്ന് ശ്രദ്ധാപൂർവം കേൾക്കണം പ്രിയപ്പെട്ടവരെ. കാരണം ഈ മറ്റുള്ളവരുടെ വിദേശ രാജ്യങ്ങളിലെ ഈ അസമാധാനം ഇന്നോ നാളെയോ നാളെ കഴിഞ്ഞോ നമ്മെയും പിടികൂടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ വചനത്തെ ഗ്രഹിക്കുവാൻ. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? അപ്പം നമുക്കാണ് ഈ പ്രശ്നം വരുന്നതെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ നേരിടും? നമ്മൾ ഈ പ്രശ്നത്തെ എങ്ങനെ അതിജീവിക്കും? ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഗ്രഹിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇതേ പ്രശ്നം നമുക്ക് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ആകെ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ വാർക്കവീടുകൾ നമുക്ക് നഷ്ടമാകും. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന കാറുകൾ, വാഹനങ്ങൾ, അത് അന്യരെടുത്തു കൊണ്ടുപോകും. സ്വന്തം മക്കളെപ്പോലും മറ്റുള്ളവർക്ക് എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം വരും. അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇനി പ്രവർത്തിക്കേണ്ടത്, ഇനി അടുത്ത നീക്കം നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി വെച്ചാലേ നമുക്ക് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുള്ളൂ. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ആത്മാവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച വചനം 1 തെസ്സലോനിക്കക്കാരുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനത്തിലൂടെയാണ് നമ്മളിത് കടന്നു പോകുന്നത്. കാരണം ഈ വചനം അറിഞ്ഞിരുന്നാലേ, ഈ പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാലേ ശരിക്കും നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ ഇതിനെ അതിജീവിക്കണം, എങ്ങനെ ഈ പ്രശ്നങ്ങളെ നമ്മൾ നേരിടണം. പെട്ടെന്ന് സമൂഹത്തിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമാകുന്ന അവസ്ഥ വരും. നമുക്കറിയാം ഉക്രൈനും ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ഹോർമോസ് കടലിടുക്കിനെ പറ്റി നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. എത്രയോ കപ്പലുകളാണ് ഹോർമോസ് കടലിലേക്ക് കയറിപ്പോയിട്ട് കപ്പൽ നിറച്ച് പെട്രോളും ഡീസലും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അത് ഇറാൻ്റെ ഒരു സൈഡിൽ കൂടിയാണ് ഈ കപ്പലുകൾ കയറി പോകുന്നത്. എന്നാൽ ഇറാനുമായിട്ടുള്ള സംഘർഷം വന്നാൽ ഈ കപ്പലുകൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതെ വരികയും പെട്രോൾ ഡീസൽ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാവുകയും ചെയ്യുന്ന അവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലോകത്ത് സംഭവിക്കുന്ന രണ്ടാമത്തെ സംഭവമാണ് ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാവും. അത് ഞാൻ ജോയൽ പ്രയാൻ്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം തിരുവചനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഭക്ഷണം അപ്രത്യക്ഷമാകുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, ഇങ്ങനെ പ്രശ്നം നമ്മുടെ അടുത്തേക്ക് കൂടെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഈ പ്രശ്നത്തെ അതിജീവിക്കും, എങ്ങനെ കാണും? അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വചനത്തോടെ നമുക്ക് കടന്നു പോകാം. 5-ാം അധ്യായം 1 തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം.
സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. ഇതാണ് ഈ വചനം. ഇതിനകത്ത് ഓരോ വചനത്തെയും നമ്മൾ ധ്യാന വിഷയമാക്കിയാലേ ഈ പ്രശ്നത്തെ എന്താണ് ഈ പ്രശ്നമെന്നും എങ്ങനെയാണ് ഈ പ്രശ്നത്തെ അതിജീവിക്കുക എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട, സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ചിന്തിക്കാം. നമുക്കറിയാം, ലോകത്ത് ഇന്നേ വരെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 4 ഇനത്തിൽപ്പെട്ട സമാധാനമുണ്ട്. 4 ഇനം സമാധാനമാണ് ഇന്ന് ലോകത്തിന് ആവശ്യമുള്ളത്. അതിന് ഒന്നാമത്തെ സമാധാനം എന്ന് പറയുന്നത് ലോക സമാധാനം എന്ന് പറയും. അതായത് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങളില്ലാത്ത അവസ്ഥ, അഥവാ രാഷ്ട്രങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ പെട്ടെന്ന് മറ്റുള്ള രാഷ്ട്രങ്ങളെല്ലാം കൂടി ചേർന്ന് പരിഹരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ അവിടുത്തെ സമാധാനത്തെ പുനഃസ്ഥാപിക്കുന്ന അവസ്ഥ. രണ്ടാമത്തെ സമാധാനമാണ് സഭ. നമ്മുടെ ലോകത്ത് 24 റീത്തുകളായി പന്തലിച്ച് കിടക്കുന്ന കത്തോലിക്ക സഭയിലെ സമാധാനം. ആ സമാധാനം നമുക്കറിയാം, സഭകൾ തമ്മിൽ ഐക്യമില്ലാതെ വരിക, സഭാവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുക, സഭയ്ക്കുള്ളിലെ വൈദികരും മെത്രാന്മാരും തമ്മിൽ അകലുക, സഭാവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യാനികൾ മറ്റു മതസ്ഥരിലേക്ക് പോവുക, അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വരിക, നമ്മുടെ കുടുംബസമാധാനം നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ പെൺമക്കൾ, ആൺമക്കൾ വിജാതീയ സഭാവിഭാഗങ്ങളുമായി അല്ലെങ്കിൽ വിജാതീയമായിട്ടുള്ള വിവാഹത്തിൽ ഏർപ്പെടുക, അങ്ങനെ സഭയുടെ വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെടുത്തുക, അങ്ങനെ സഭയ്ക്കുള്ളിലെ വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെടുന്നതോടെ സഭയിൽ ഇല്ലാതാകുന്ന സമാധാനം. അതായത് സഭയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് സമാധാനവും സന്തോഷവും ശാന്തിയും ഐശ്വര്യവും പുരോഗതിയും സമൃദ്ധിയും ആനന്ദമൊക്കെ ആണ് എന്നിരിക്കെ നമ്മുടെ സഭയിൽ നിന്നും നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ, പ്രഭാഷണങ്ങൾ, അതും ഉന്നത സ്ഥാനം വഹിക്കുന്ന മെത്രാന്മാരുടെ അടുത്തു നിന്നോ വചനപ്രഘോഷയുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ ഇതുപോലെ വചനം പറയാൻ അറിയുന്ന വ്യക്തികളിൽ നിന്നോ ഒക്കെ യഥാർത്ഥ കർത്താവിൻ്റെ സുവിശേഷം ലഭിക്കാതെ മറ്റു വളച്ചൊടിച്ച വചനങ്ങളും അല്ലെങ്കിൽ സഭാവിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന രീതിയിലുള്ള എറണാകുളം അങ്കമാലി രൂപത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ സമാധാനം, നമ്മുടെ വ്യക്തിപരമായ എല്ലാ സമാധാനവും മറ്റുള്ള അന്യമതസ്ഥർ വരെ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ തമ്മിൽ സ്നേഹത്തിലേക്ക് വാ, നിങ്ങൾ പ്രശ്നത്തെ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നൊക്കെ നമ്മുടെ എറണാകുളം അങ്കമാലി രൂപതയെക്കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടാവും. അപ്പോൾ രണ്ടാമത്തെ സമാധാനം എന്ന് പറയുന്നതാണ് സഭയിലെ സമാധാനം. ഇനി മൂന്നാമത്തെ സമാധാനം എന്ന് പറയുന്നതാണ് കുടുംബ സമാധാനം. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബ സമാധാനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി എന്താണ്? അപ്പം തരുന്ന അപ്പൻ കുടുംബത്തിൽ മദ്യം കഴിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ കിടന്ന് ബഹളം വയ്ക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തല്ലുന്നു, മക്കളെ അടിച്ചോടിക്കുന്നു, സമാധാന സന്ധ്യാപ്രാർത്ഥനകൾ ഇല്ലാതെയാകുന്നു, ദേവാലയത്തിലെ കൗദാശിക തലങ്ങളെ ഉപേക്ഷിക്കുന്നു, അങ്ങനെ കുടുംബത്തിൽ അസമാധാനം ഉണ്ടാകുന്നു, അപ്പനും മക്കളും തമ്മിൽ വിള്ളലുണ്ടാകുന്നു, കടബാധ്യതയിൽ കയറുന്നു, ഭവനമില്ലാത്ത അവസ്ഥ വരുന്നു, ജോലി ലഭിക്കാത്ത അവസ്ഥ വരുന്നു, വിവാഹമക്കളുടെ നടക്കാത്ത അവസ്ഥ വരുന്നു, രോഗാവസ്ഥയുള്ള കുടുംബാംഗങ്ങളെ തീറ്റിപ്പോറ്റാൻ പറ്റാതെ വരുന്നു, അല്ലെ അവരെ സംരക്ഷിക്കാൻ പറ്റാതെ വരുന്നു. ഇങ്ങനെ കുടുംബത്തിൻ്റെ സമാധാനം എന്നേക്കുമായി നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുന്നതിനെയാണ് കുടുംബ സമാധാനത്തിൻ്റെ നഷ്ടം അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടുന്ന സമാധാനത്തെയാണ് കുടുംബ സമാധാനം എന്ന് പറയുന്നത്. നാലാമത്തെ സമാധാനം എന്ന് പറയുന്നതാണ്, പ്രിയപ്പെട്ടവരെ, എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ, എൻ്റെ വ്യക്തിത്വത്തിൽ, ഞാനാകുന്ന എന്നിൽ, എൻ്റെ ശരീരത്തിൽ സമാധാനം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നാലാമത്തെ സമാധാനം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഞാൻ ഒരു മദ്യപാനിയായ ആളാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുകയോ മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിലുള്ള വ്യക്തിയാണെങ്കിൽ എന്നിൽ യഥാർത്ഥ സമാധാനം നിലനിൽക്കുകയില്ല. പരിശുദ്ധി നഷ്ടപ്പെടുന്നതോടുകൂടി എൻ്റെ സമാധാനം എന്നേക്കുമായിട്ട് എന്നിൽ നിന്ന് നഷ്ടമാകും. നമുക്കറിയാമത്. അപ്പോൾ ഞാൻ എന്ന വ്യക്തിയിൽ സമാധാനം എന്ന ആ പരിശുദ്ധമായ അവസ്ഥ, അതായത് സാക്ഷാൽ യേശുക്രിസ്തു എന്നിൽ നിന്ന് നഷ്ടമാകുമ്പോൾ എന്നിലുണ്ടാകുന്ന അസ്വസ്ഥതകളെയാണ് അസമാധാനം എന്ന് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു എന്നിൽ വസിക്കുമ്പോഴാണ് എന്നിൽ സമാധാനം യഥാർത്ഥത്തിലുണ്ടാകുന്ന. നമുക്കറിയാം, പ്രശ്നങ്ങളുടെ നടുവിലും എന്തെല്ലാം പ്രശ്നങ്ങൾ അലട്ടിയാലും, ഏതെല്ലാം വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും, ഞാൻ എത്രമാത്രം തകർന്നാലും, ഞാൻ എത്ര രോഗിയായാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ എന്നിൽ ഉണ്ടെങ്കിലും എന്നിൽ യേശുക്രിസ്തു ജീവിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമുണ്ട്. എല്ലാം അറിയുന്ന ഈശോ, എല്ലാം അറിയുന്ന ദൈവം എന്നിലുണ്ട്. എൻ്റെ എല്ലാ വിഷമങ്ങളും പ്രശ്നങ്ങളും കാണുന്ന ദൈവം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ, അതല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ നമ്മൾ നിറയുന്നൊരു സമാധാനമുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് വ്യക്തി സമാധാനം. ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ വരുമ്പോൾ
കർത്താവ് പറയുകയാണ്, സമാധാനവും ഭദ്രതയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇന്നിപ്പോൾ ഈ സമാധാനം എന്ന ആ മൂല്യമുള്ള ആ വാക്ക് സമാധാനം 4 അക്ഷരങ്ങൾ ഉൾക്കൊണ്ട ആ വാക്കിൻ്റെ മൂല്യം ഇന്ന് മറ്റേതൊരു കാലഘട്ടത്തെക്കാളും, ഏതൊരു പശ്ചാത്തലത്തെക്കാളും, ഏതൊരു ഭൂമിയിലെ അവസ്ഥയെക്കാളും ഇന്ന് പ്രപഞ്ചത്തിലടക്കം സമാധാനത്തിന് കേഴുന്ന, സമാധാനത്തിന് കൈനീട്ടുന്ന, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ലോകം നടന്നു നീങ്ങുകയാണ്. ഭൂമി ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നറിയാം, നമുക്ക് ലോക സംഘർഷഭരിതമാണ്. യൂറോപ്യൻ മേഖലയിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി. അവിടെ ജിഹാദികളുടെ പ്രവർത്തനങ്ങൾ മൂലം അവിടുത്തെ ഫ്രാൻസിലും ജർമ്മനിയിലും ലണ്ടനിലുമൊക്കെ സമാധാനം നഷ്ടപ്പെട്ടതിനെ പറ്റി നമ്മൾ ധാരാളം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അമേരിക്കൻ സർവകലാശാലകളിൽ സമാധാനം നഷ്ടപ്പെട്ടു. അവിടെ പ്രശ്നപൂരിതമാണ്. നമുക്കറിയാം, ഉക്രൈനെ ആക്രമിച്ചതോടുകൂടി അവിടെ സമാധാനം എന്ന സംഭവം ഇല്ലാതെയായി. സമാധാനം എന്താണെന്ന് പോലും അറിയത്തില്ല. ഒരു ദിവസം പോലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഭക്ഷണവും വെള്ളവും പാർപ്പിടവും ഇല്ലാത്ത അവസ്ഥ. നമുക്കറിയാം, പാലസ്തീനയുടെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഭവനം നഷ്ടപ്പെട്ടവർ, അവിടെ മുറിവേറ്റവർ, അവിടെ സമാധാനം. അതുപോലെ ഇസ്രായേൽ ജനം ഇങ്ങോട്ട് ആക്രമിച്ചേക്കുമോ, നമ്മുടെ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്താകുമെന്നതിനെ ഓർത്ത് അവിടുത്തെ ജനങ്ങൾ അസ്വസ്ഥപ്പെടുന്നു. അങ്ങനെ സമാധാനത്തിന് വേണ്ടി കേഴുന്നു. അതുപോലെ നമുക്കറിയാം, ഇന്ത്യയുടെ അതിർത്തികൾ, ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷപൂരിതമാണ്. ഇന്ത്യൻ പട്ടാളക്കാരെ കൊല്ലുന്നതും അവർ തിരിച്ചാക്രമിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ചൈനയുടെ അതിർത്തികൾ, തൈവാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങൾ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ലോക സമാധാനം നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയിലൂടെ ലോകം കടന്നു പോവുകയാണ്. രണ്ടാമത് നമുക്കറിയാവുന്ന സംഭവമാണ് സഭാവിശ്വാസത്തെ, സഭാ സമാധാനത്തെക്കുറിച്ച് നമ്മൾ, സഭയിൽ നമുക്ക് ലഭിക്കേണ്ട സമാധാനം നഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ സഭാ നേതൃത്വത്തിലിരിക്കുന്ന മെത്രാന്മാരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ മെത്രാന്മാരുടെ ചില പ്രവൃത്തികളുടെ ദോഷം മൂലം സഭയ്ക്ക് നേരിടുന്ന മങ്ങലുകൾ, സഭാവിശ്വാസത്തിന് ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, സഭ നയിക്കുന്ന മെത്രാന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും അടിസ്ഥാനപരമായ ബൈബിൾ വചനത്തെയും വളച്ചൊടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ പ്രസ്താവന മൂലം ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ തലശ്ശേരി രൂപതയുടെ നേതൃത്വം വഹിക്കുന്ന വ്യക്തി ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ നിന്നൊക്കെ ലഭിക്കുന്നത് കേട്ടിട്ട് സാധാരണ ജനങ്ങൾ പറയുകയാണ്, എന്ത് വിഡ്ഢിത്തമാണ് ഈ വിളമ്പുന്നത്, എന്ത് അസഭ്യമാണ് ഈ പുലമ്പുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പ്രിയപ്പെട്ട സഭാ തലപ്പത്തിരിക്കുന്നവർ പറയേണ്ടത് എന്താണ്? ഇതിൻ്റെ സത്യാവസ്ഥയാണ്. ബൈബിൾ അറിയത്തില്ലെങ്കിൽ നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ് അവർ ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ അവർ വിഡ്ഢിത്തം വിളമ്പുകയാണ്. അതുകൊണ്ടാണ് കൊരിന്തോസ്കാരുടെ കർത്താവ് പറഞ്ഞ അവർ ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഭോഷന്മാരായി തീർന്നിരിക്കുന്ന വചനം കൊരിന്തോസ്കാരുടെ ലേഖനത്തിന് മുമ്പ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ രണ്ടാമത്തെ സഭയിൽ നിന്നും സമാധാനം ഇല്ലാതായിരിക്കും, അല്ലെങ്കിൽ സഭാവിശ്വാസികൾക്ക് സമാധാനം കിട്ടാതെയായിരിക്കും. പിന്നെയുള്ളതാണ് പ്രിയപ്പെട്ട കുടുംബസമാധാനം എന്നുള്ള ഭവനങ്ങൾ വളരെ ഏറെ കുറവാണ്. പെൺകുഞ്ഞുങ്ങളെ പുറത്തേക്ക് പഠിപ്പിക്കാൻ വിടുന്ന മാതാപിതാക്കന്മാർക്ക് ഹൃദയത്തിൽ എന്തെങ്കിലും സമാധാനമുണ്ടോ? തൻ്റെ ആൺമക്കളെ പുറത്തേക്ക് ജോലിക്കായിട്ടോ പഠനത്തിനായിട്ടോ വിടുന്ന മാതാപിതാക്കന്മാർക്ക് ഹൃദയത്തിൽ എന്തെങ്കിലും സമാധാനമുണ്ടോ? മയക്കുമരുന്ന്, മദ്യം, ഗുണ്ടാസംഘങ്ങൾ, അമിതമായ പണത്തിൻ്റെ വിനിയോഗങ്ങൾ, ഇതെല്ലാം കൊണ്ട് കുടുംബങ്ങൾ തകർന്നു പോകുമ്പോൾ, കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ, തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, തൻ്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി മക്കളുടെ ഭാവിയെ ഓർത്ത മാതാപിതാക്കന്മാർ അസമാധാനം അനുഭവിച്ചുകൊണ്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി പണം വ്യയം ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന അസമാധാനം. അതുപോലെ ഇന്നത്തെ പെൺകുഞ്ഞുങ്ങളെ സംബന്ധിച്ചൊരു സുരക്ഷിതമായ ഭാവിയില്ലാത്ത, അവരെ കൊണ്ടേ ആക്കുന്ന ഹോസ്റ്റലുകൾ, അവരെ കൊണ്ടേ ആക്കുന്ന വീടുകൾ ഒന്നും സുരക്ഷിതമല്ലാത്ത അവസ്ഥ. വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിക്കുന്നതിനെ പറ്റിയൊക്കെ ധാരാളം വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അനേകം കൊലപാതകങ്ങൾ, അനേകം ബലാത്സംഗങ്ങൾ, ഭാര്യ ഭർത്താവിൻ്റെ കൂടെ കുടുംബ ബന്ധമുള്ളവർ ഭാര്യ പോലും അവർ തകർത്തു കളഞ്ഞു. കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ട് അന്യ മതസ്ഥരോട് പോകുന്നു, അന്യ ഭർത്താക്കന്മാരുടെ കൂടെ, ഭാര്യമാരുടെ കൂടെ, കാമുകിമാരുടെ കൂടെ പോകുന്നു. അവിടെ കുടുംബ സമാധാനം അവിടെയും നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പിന്നെ വ്യക്തിപരമായ സമാധാനം ആർക്കാണുള്ളത്? ജോലി സ്ഥലത്ത് സമാധാനമില്ല, കുടുംബ ബന്ധങ്ങളിൽ സമാധാനമില്ല, സഭയിൽ സമാധാനമില്ല, സമൂഹത്തിൽ സമാധാനമില്ല. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം, മണിപ്പൂരിൻ്റെ അവസ്ഥ നമുക്കറിയാം. രാഷ്ട്രീയ സമാധാനം നമുക്ക് ലഭിക്കുന്നില്ല, സുരക്ഷിതത്വമില്ല, ഒരു സമാധാനം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, സമാധാനവും
ഭദ്രതയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബദിക്കുമെന്ന് പരമപരിശുദ്ധനായ പരിശുദ്ധാത്മാവ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനം 3-ാം തിരുവചനത്തിൽ കൂടെ 5-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുമ്പോൾ ഈ സമാധാനം എന്താണ്? കൃത്രിമമാക്കി ഉണ്ടാക്കുന്ന സമാധാനം ഇന്ന് നമുക്ക് സുലഭമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പറഞ്ഞത് സമാധാനം സമാധാനം എന്ന് ജനം പറയുന്നു. രാഷ്ട്രങ്ങൾ തമ്മിൽ പറഞ്ഞു ഞങ്ങൾക്ക് തമ്മിൽ സമാധാനമുണ്ട്. യൂറോപ്യന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് ഉള്ളിൽ സമാധാനമുണ്ട്, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ സമ്പന്നരാണ്, ഞങ്ങൾ ആയുധധാരികളാണ്. അമേരിക്ക പറയുന്നത് ഞങ്ങൾക്ക് സമാധാനമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അവർക്ക് സമാധാനമില്ല എന്ന് അവർ തെളിയിക്കുന്നതാണ് ഈ അടുത്തിടെ സംഭവം. ഇസ്രായേൽക്കാരൻ ഇതേവരെ പറയുന്നു ഞങ്ങൾ വളരെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ആളായിരുന്നു, എന്നാൽ ഞങ്ങൾക്ക് ഇപ്പോൾ സമാധാനമില്ല. എന്നാൽ ഞങ്ങൾ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന സമാധാനമുണ്ട്. ഞങ്ങളുടെ ആയുധശക്തി, പണശക്തി, സ്വാധീനശക്തി, ഞങ്ങളുടെ ആഢ്യത്വം, ഞങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി, ഞങ്ങളുടെ സാമ്പത്തിക മേലശക്തി, ഞങ്ങളുടെ വ്യവസായത്തിൻ്റെ ശക്തി, ഇതെല്ലാം ഞങ്ങളുടെ ആണവായുധത്തിൻ്റെ ശക്തി, അപ്പോൾ ഞങ്ങൾ സമാധാനമുള്ളവരാണ്, ഞങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലും പറയുന്നു. പ്രിയപ്പെട്ട സമാധാനവും ഭദ്രതയും എന്നെ ഭദ്രമാണ്. എന്താണ് ശരിക്കും ഭദ്രമായ അവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇസ്രായേൽക്കാർ ചിന്തിക്കുന്നു അവർക്ക് സമാധാനമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഭദ്രമാണ്, അവർ ആണവായുധമുള്ളവരാണ്, വലിയ സൈനിക ശക്തിയാണ്, ഞങ്ങൾ ഭദ്രമാണ്, ഞങ്ങളുടെ സുരക്ഷിതത്വമുണ്ട് എന്നവർ പറയുന്നു. എന്നാൽ അത് പെട്ടെന്ന് അതിന് മാറ്റം വരുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഞങ്ങൾ വളരെ ശക്തമാണ്, ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടെയും പ്രശ്നങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നു. റഷ്യ സാമ്പത്തിക സൈനിക ശക്തിയാണ്, പക്ഷേ അവിടെയും ഭരണ നേതൃത്വത്തിന് പോലും ജീവനിൽ മാറ്റം വരുന്ന അവസ്ഥ, ജീവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അവിടെ ഭദ്രമല്ല, സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണ് ഭദ്രം എന്ന വാക്കുണ്ടത്. സമാധാനവും ഭദ്രതയും ഇത് രണ്ടുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ AI റോബോട്ടുകളെ നിർമ്മിച്ചുകൊണ്ടും വലിയ സൈനിക ശക്തികളെ രൂപപ്പെടുത്തിക്കൊണ്ടും വലിയ സാമ്പത്തിക സ്രോതസ്സുകളെ കയ്യിൽ വെച്ചുകൊണ്ടും ഞങ്ങൾ സമാധാനമുള്ളവരാണ്, കൃത്രിമമായിട്ട് ഞങ്ങൾക്കെല്ലാം സമാധാനമുണ്ട്, ഞങ്ങൾ AI റോബോട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ രാഷ്ട്രം ഭദ്രമാണ്, ഞങ്ങളുടെ കുടുംബം ഭദ്രമാണ്. കാരണം എൻ്റെ മകൻ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്, എൻ്റെ മകൾ കാനഡ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കടബാധത്തിൽ വീടി കഴിഞ്ഞു, ഞങ്ങൾ സമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു, കൊച്ചിന് ജോലി ലഭിക്കാത്ത അവസ്ഥയായിരുന്നു, ജോലി ലഭിച്ചു, ഞങ്ങൾ വീടില്ലായിരുന്നു, ഞങ്ങൾക്ക് വീട് ലഭിച്ചു, അങ്ങനെ ഞങ്ങൾ ഭദ്രമാണ്, സമാധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ആ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബദിക്കും എന്ന് പറയാം. എന്താണ് ഈ നിബദിക്കുക എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ? എന്നേക്കുമായി തീർന്നു പോവുക, എന്നേക്കുമായി നശിച്ചു പോവുക, പിന്നീട് പുനരുദ്ധരിക്കാൻ പറ്റാത്ത വിധം ശൂന്യമായി പോകുന്ന അവസ്ഥയാണ് നിബദിക്കുക എന്ന വാക്കുകൊണ്ട് ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവ് അർത്ഥമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പ്രസവവേദനയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രസവവേദന എന്നതിനെപ്പറ്റി എൻ്റെ മുൻ വീഡിയോകളിൽ കിടപ്പുണ്ട്, നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കണം. എന്ന് ഞാൻ മറ്റൊരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ വചനത്തെ ഞാൻ നിങ്ങൾ ഇന്ന് എടുത്തു വെച്ചത്. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് നാശം അവരുടെ മേൽ നിധിക്കും. ഈ പെട്ടെന്ന് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വചനം ശ്രദ്ധാപൂർവം വായിച്ചിട്ടുണ്ടോ? തിരുവചനത്തിൽ അന്തർലീനമാക്കി വെച്ചിരിക്കുന്ന ദൈവാത്മാവ് ഉദ്ദേശിക്കുന്ന ആ നിഗൂഢ രഹസ്യം എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാമോ പ്രിയപ്പെട്ടവരെ? എന്താണ് പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സാമാന്യ രീതിയിൽ ചിന്തിക്കുന്നത് എന്താണ്? പെട്ടെന്ന് ആക്സിഡൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി ലഭിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് വിവാഹം നടന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഇലക്ഷൻ നടന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താ മനസ്സിലാക്കുക? പെട്ടെന്ന് സംഭവിച്ചതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പെട്ടെന്ന് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഒരുക്കപ്പെട്ടത് എന്നാണ്. ഒരുക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ റഷ്യ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആണവ ആയുധങ്ങൾ നിർമ്മിക്കണമെങ്കിൽ നമുക്കറിയാം പെട്ടെന്നൊന്നും അണുവായുധങ്ങൾ നിർമ്മിക്കാൻ പറ്റിയില്ല. അമേരിക്കയ്ക്കോ ഇന്ത്യക്കൊന്നും പെട്ടെന്ന് ഈ സംഭവം ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമല്ല. അത് 100 കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ ഒരുക്കപ്പെട്ടതിന് ശേഷമാണ്. അതിൻ്റെ സ്ഥാനങ്ങൾ കണ്ടെത്തണം, യുറേനിയം കുഴിച്ചെടുക്കണം, അതിനെ പ്രോസസ്സ് ചെയ്യണം, അതിനെ അണുവായുധങ്ങളായിട്ട് നിർമ്മിച്ചെടുക്കണം, അത് സൂക്ഷിച്ചു വെക്കണം, അതിനെ വഹിച്ചുകൊണ്ട് പോകാനുള്ള മിസൈലുകൾ വേണം, അതിനെ വഹിച്ചുകൊണ്ട് പോകാനുള്ള വിമാനങ്ങൾ സജ്ജമാക്കണം, അതിൻ്റെ എയർപോർട്ടുകൾ സജ്ജമാക്കണം, അതെല്ലാം ഒരുക്കണം. അങ്ങനെ ഓരോന്ന് ഒരുക്കി അതിനുശേഷം അതിന് ഉപയോഗിക്കാനുള്ള പട്ടാളക്കാർ വേണം, ശാസ്ത്രീയന്മാർ വേണം. ഇങ്ങനെ വർഷങ്ങളായി 10, 20, 25, 30, 50 വർഷങ്ങളായിട്ട് ഏകദേശം 100 വർഷം, ഒരു നൂറ്റാണ്ടൊക്കെ എടുത്തുകൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരുക്കപ്പെടുക, ഒരുക്കപ്പെട്ടത് എന്നാണ്. ഈ ഒരുക്കപ്പെട്ട സംഭവത്തിന് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നതാണ് ഈ പെട്ടെന്ന് എന്ന വാക്ക്. ഉദാഹരണം, ഒരു അണുയുദ്ധം വരികയാണ്. അപ്പോൾ 100 വർഷങ്ങൾക്ക് അപ്പുറം അണുവായുധങ്ങൾ നിർമ്മിക്കുകയും
അത് സൃഷ്ടിക്കുകയും ഉണ്ടാക്കുകയും ചെയ്ത് ഒരുക്കപ്പെട്ട് റെഡിയാക്കി വെച്ച സംഭവം ആണ്. പെട്ടെന്ന് ഒരു രാഷ്ട്രത്തിൻ്റെ മേൽ ഒരു അണുവായുധം വന്ന് വീണാൽ പെട്ടെന്ന് എന്ന വാക്ക് നമ്മൾ ഓർക്കുമ്പോൾ വീഴുന്നത് പെട്ടെന്നാണ്, സംഭവം നടക്കുന്നത് പെട്ടെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരുക്കപ്പെട്ടതിന് ശേഷം എന്നേക്കുമായി ശൂന്യമായി പോകുന്നത്. പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബന്ധിക്കും. പെട്ടെന്ന് ഒരുക്കപ്പെട്ടത് നിത്യശൂന്യതയിലേക്ക് തീർന്നു പോകുന്ന അവസ്ഥയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുവാനാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ ഈ വചനത്തെ ഒന്നുകൂടി ധ്യാനിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു തരുന്നത്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഈ സംഭവങ്ങളെല്ലാം പെട്ടെന്ന് സംഭവിക്കുവാൻ സമയമായിരിക്കുന്നു. എന്നേക്കും ശൂന്യമായി പോകുന്ന ആണവ യുദ്ധങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുവാൻ എന്നേക്കുമായി കർത്താവ് പറയാണ്, എന്നേക്കും അവരുടെ മേൽ നിബന്ധിക്കും, നാശം അവരുടെ മേൽ നിബന്ധിക്കുമെന്ന് പറയും. എന്നേക്കും ശൂന്യമായി പോകും. ഒരു വലിയ ബോംബ് ഒരു വലിയ കെട്ടിടത്തിന് മുകളിലിട്ടാൽ നമുക്കറിയാം ആ കെട്ടിടം എങ്ങനെയാണ് സംഭവിക്കുക? ഭസ്മമായി പോവും, പൊട്ടിയായി പോവും, ചിന്നി ചിതറി എന്നേക്കുമായി ശൂന്യമായി പോവും. ഇത് ഒരു രാഷ്ട്രത്തിൻ്റെ മേൽ അണുബോംബിട്ടാൽ, പെട്ടെന്ന് അണുബോംബിട്ടാൽ ആ ഒരുക്കപ്പെട്ടതിൻ്റെ തിക്തഫലം എന്നേക്കും ശൂന്യതയിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ നാശം പെട്ടെന്ന് എന്നിൽ നിബന്ധിക്കാതിരിക്കുവാൻ ജാഗ്രതയും ശ്രദ്ധയുമുള്ളവരായിരിക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് കുറച്ചുകൂടെ വ്യക്തമായ ഭാഷയിൽ പറയുകയാണ്, നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഉറങ്ങുന്നവൻ രാത്രിയിലാണ് ഉറങ്ങുന്നത്, മദ്യപിച്ച് ഉന്മത്തനാകുന്നവൻ രാത്രിയിലാണ് ഉന്മത്തനാകുന്നത്. പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാണെന്ന് പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. എന്തെന്നാൽ നാം ക്രോധത്തിനിരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ നിത്യശാപം, നിത്യശൂന്യത നമ്മുടെ മേൽ പതിച്ച് ശൂന്യമായി പോകണമെന്നല്ല നമ്മുടെ സർവശക്തനായ ദൈവമായ യേശു ക്രിസ്തു തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. നാം രക്ഷ പ്രാപിക്കണം. ഈ പ്രശ്നങ്ങളിൽ നമ്മൾ രക്ഷ പ്രാപിക്കണം. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് രക്ഷിക്കപ്പെടണം. ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കണം. ഈ പ്രശ്നങ്ങളെ തള്ളി നീക്കുവാനുള്ള ശക്തി നമുക്കുണ്ടാവണം. ആ ശക്തി എന്താണ്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, രക്ഷയാകുന്ന പടത്തൊപ്പി, സ്നേഹമാകുന്ന കവചം, രക്ഷയാകുന്ന സുബോധം, രക്ഷ, വിശ്വാസം, വിശുദ്ധി, യേശുവിലുള്ള അടിസ്ഥാന ബോധ്യത്തോടെ ഉള്ള ഇനിയുള്ളൊരു ജീവിതം, പ്രത്യേകം ക്രമീകരിക്കപ്പെട്ട ജീവിതം, എൻ്റെ മനസ്സ്, ശരീരം, ആത്മാവ് പ്രത്യേക രീതിയിൽ കേന്ദ്രീകരിച്ച് രൂപപ്പെടുത്തി എടുത്തു വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കിയിരുന്നില്ല എങ്കിൽ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബന്ധിക്കുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശൂന്യമായി പോകുന്ന അവസ്ഥയിലേക്ക് പോകാതെ ഞാൻ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് കർത്താവ്, സർവശക്തനായ യേശുനാഥനാകുന്ന ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പറയുവാൻ വേണ്ടി ഞാൻ അത് ഊന്നിപ്പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് രക്ഷ തരുന്നത് സൈന്യമോ രാഷ്ട്രങ്ങളോ രാഷ്ട്രീയ ആശയങ്ങളോ സമ്പത്തോ ജോലി സ്ഥലങ്ങളോ ഒന്നുമല്ല. ആരും നമ്മളെ രക്ഷിക്കുന്നുണ്ടാവില്ല. നമ്മൾ ഇടം ബലം നോക്കാതെ ഓടുന്ന അവസ്ഥയിലേക്ക് വരും. തൊട്ടുമുമ്പിൽ അണുബോംബ് വീണാൽ, തൊട്ടുമുമ്പിൽ ഒരു ബോംബ് വീണ് സ്ഫോടനം നടന്നാൽ നമ്മൾ ഓടുകയല്ലാണ്ട് പിന്നെ എന്താ ചെയ്യുക? അവിടെ ആരും നമ്മളെ രക്ഷിക്കാനുണ്ടാവില്ല. എന്നാൽ അവിടെ രക്ഷിക്കാട്ടെത്തുന്ന ഒരേ ഒരു വ്യക്തി, അവിടെ കരം താങ്ങി പിടിക്കുന്ന ഒരേ ഒരു വ്യക്തി സർവശക്തനായ യേശു ക്രിസ്തുവാണ്. എന്തെന്നാൽ നാം ക്രോധത്തിന് ഇരയാകണമെന്നല്ല, ക്രോധത്തിൻ്റെ ഇരയായി മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ നശിച്ചു പോകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഏത് അണുബോംബ് വീഴുന്നതിന് സമയത്തും, ഏത് ബോംബ് നമ്മുടെ മുമ്പിൽ വീണാലും, ഏത് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലെത്തിയാലും അവിടെ സഹായിക്കുവാൻ, രക്ഷിക്കുവാൻ ഒറ്റ സെക്കൻഡിൽ പറന്നു വന്ന് നമ്മളെ സംരക്ഷിക്കുന്ന, പറന്നു വന്ന് രക്ഷിച്ചെടുത്തു മാറ്റുന്ന, ആ പ്രശ്നങ്ങൾ എടുത്തു മാറ്റുന്ന ഒരു യേശു ക്രിസ്തു ഉണ്ട് എന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുവിൻ്റെ കൂടെയുള്ള ജീവിതത്തിൻ്റെ ഒരുക്കമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പറയുന്നത് സമാധാനവും ഭദ്രതയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് സംഭവം നമ്മുടെ മേൽ വീഴാതിരിക്കുവാൻ നാം ക്രിസ്തുവിൻ്റെ കൂടെയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ക്രിസ്തുവിൻ്റെ കൂടെ ഒരു പള്ളിയിലെ പോക്ക്, ഒരു കുർബാന, ഒരു കുമ്പസാരം, പരിപാടി തീർന്നു പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതല്ല ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതം. സഭ കാണിച്ചു തരുന്ന കുറേ ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതം, സഭ കാണിച്ചിരുന്നത് കുറേ മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ആധുനിക ലോകത്തോട് ചേർന്നാണ് സഭ ജീവിക്കുന്നത്. സഭ പോകുന്നത് സാത്താനുമായിട്ടുള്ള കൂട്ടുകെട്ടിലാണ്. ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്
നമ്മൾ വിചാരിക്കും അയ്യോ യേശുവിനോട് കൂടെ ചേർന്നാണ് സഭ പോകുന്നത്, സഭയും യേശുവും ഒന്നായിട്ടാണ് പോകുന്നത്. തെറ്റി പ്രിയപ്പെട്ടവരെ. സഭയുടെ വഴിക്ക് പോകുന്നു, ക്രിസ്തുവിൻ്റെ വഴിക്ക് നിൽക്കുന്നു. പക്ഷേ ക്രിസ്തുവേ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും നമ്മൾ 4 വിഗ്രഹങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം, റോമക്കാർക്ക് എഴുതിയ ലേഖനം 1:23 പറഞ്ഞിരിക്കുന്നത്, അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ ഇഴയന്തികളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി എന്ന് പറയുന്ന ആ വചനം നമ്മൾ ഓർത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1:23 തിരുവചനത്തിലാണ് പറയുന്നത്, ഈ 4 വിഗ്രഹങ്ങൾ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം, ആ ജീവൻ, ആ ശക്തി, ആ വിശുദ്ധി നമ്മൾ വിഗ്രഹങ്ങൾക്ക് കൈമാറിപ്പോയി. അത് നശ്വരനായ മനുഷ്യൻ്റെയോ മൃഗങ്ങളുടെയോ ഇഴയന്തികളോ പക്ഷികളോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ അടിമത്തത്തിലാണ്, ആധുനിക ലോകത്തിൻ്റെ കീഴിലാണ്, ആധുനിക ലോകത്തിൻ്റെ അശുദ്ധിയിലാണ് നാം സഭ ക്രിസ്ത്യാനികൾ ഇന്ന് പെട്ടുപോയിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ക്രിസ്തുവിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു സാധാരണ വിശ്വാസം കൊണ്ട് നമ്മളെ രക്ഷിക്കപ്പെടും വിശ്വസിക്കരുത്. ഒരു സാധാരണ പള്ളിപ്പോക്ക്, ഒരു കുർബാന, ഒരു കുമ്പസാരം അതുകൊണ്ട് എൻ്റെ വിശുദ്ധി പൂർണ്ണമായി വിശ്വസിക്കരുത്. അതുകൊണ്ട് അവൻ ഈ അടിമത്തത്തിൽ നിന്ന് നിൻ്റെ ആത്മാവ് സ്വതന്ത്രമായിട്ടുണ്ടെങ്കിൽ നീ രക്ഷിക്കപ്പെടും. ഈ അടിമത്തിൽ നിന്ന് സഭ സ്വതന്ത്രമാണെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഭ രക്ഷപ്പെടും. ഈ അടിമത്തിൽ നിന്ന് നീ എന്ന വ്യക്തി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ ആത്മാവും ജീവനും ശരീരവും രക്ഷിക്കപ്പെടും. നിനക്ക് നിത്യത്തിലേക്ക് പ്രവേശിക്കാൻ അവസരമുണ്ട്. എന്നാൽ ഈ ആധുനിക ലോകത്തിൻ്റെ ചെളിക്കുഴിക്ക് അകത്താണ് നീ കിടക്കുന്നതെങ്കിൽ നീ പാതാളത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് അതിലിപ്പോൾ തന്നെ കിടന്നതായിട്ട് നമ്മൾ കണക്കൂട്ടിയാൽ മതി. എന്നാൽ നിത്യനാശം നിന്നെ തേടിയെത്തുമ്പോൾ ഈ ലോകത്ത് നിത്യശൂന്യതയിലേക്ക് പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരനെ ഈ വചനത്തിൻ്റെ ആഴങ്ങളെ ഇത്രമാത്രം വ്യക്തമായി ഞങ്ങൾ പറഞ്ഞു തന്നെ. അതുകൊണ്ട് നമ്മുടെ മനസ്സ്, ആത്മാവ്, ശരീരം എവിടെയാണ്? ഈ 4 വിഗ്രഹങ്ങളെ കീഴിലാണോ, അതിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് ക്രിസ്തുവിലാണോ ഞാൻ നിൽക്കുന്നത്? ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പഴയത് കടന്നുപോയി, പുതിയതിനെ അവൻ സ്വീകരിച്ചിരിക്കുന്നു, പുതിയതിനെ ധരിച്ചിരിക്കുന്നു. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ക്രിസ്തു ശരീരം മുഴുവനും വ്യാപിക്കണം പ്രിയപ്പെട്ടെ. ക്രിസ്തുവിൻ്റെ വിശുദ്ധി, ക്രിസ്തുവിൻ്റെ ജ്ഞാനം, ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ പരസ്നേഹം, ക്രിസ്തുവിൻ്റെ പുണ്യപ്രവൃത്തികൾ, ക്രിസ്തുവിൻ്റെ സഹനം, ക്രിസ്തുവിൻ്റെ മഹത്വം എല്ലാം യേശു ക്രിസ്തു ആകുന്ന ഏക ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ശരീരവും സ്വീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങി പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. സന്ധ്യാസമയത്ത് നമ്മൾ കുടുംബാംഗങ്ങളൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അതിനാൽ ഈ വചനം ശ്രമിക്കുന്ന ഓരോ മക്കളെയും സർവശക്തനായ ഈശോനാഥൻ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങയുടെ വചനം ശ്രമിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കാൽ കീഴിൽ സ്നേഹത്തോടെ ഇരുത്തണമേ. അങ്ങയുടെ മക്കളായ ഈ വചനം ശ്രമിക്കുന്ന ഓരോ മക്കളെയും, ഈ ലോകത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളെയും സഭകളെയും കർത്താവെ അവിടുത്തെ കരങ്ങളിൽ താങ്ങണമേ. നിത്യശൂന്യത്തിലേക്ക് പോകാതെ അവരുടെ നാശം അവരുടെ നിവദിക്കാതെ കർത്താവെ സംരക്ഷിക്കുന്നത് ഞാൻ എളിയദാസൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയോട് ചേർത്ത് ഈ വചനം ശ്രമിക്കുന്ന എല്ലാ മക്കൾക്കും സുരക്ഷിതത്വം, സംരക്ഷണം കിട്ടുവാൻ വേണ്ടി എളിയദാസൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവരുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവേ, അങ്ങയുടെ ഈ ലോകം യുദ്ധത്തിലേക്ക് അടുത്തടുത്ത് വരുമ്പോൾ കർത്താവെ ഇവരെ പരിപാലിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ശ്രമിക്കുന്ന ഓരോ മക്കളെയും കർത്താവായ യേശു ക്രിസ്തു സമൃദ്ധമായി അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.